അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആകാനും സാധ്യതയുണ്ട്. അതല്ല, അടുത്ത ഒരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. പല ആളുകൾ വിളിച്ചു ചോദിച്ചു, നാളത്തെ ഖുതുബയിൽ സലാം പറയണോ വേണ്ടേന്ന്. സലാം പറയലാണ് നല്ലത്. കാരണം അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിലോ സലാം പറയാതെ പോയാൽ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. ഇപ്രാവശ്യം റമദാനിൽ സലാം പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും. നാട്ടിൽ പല ഫിത്നകൾക്കും കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി 2 പ്രാവശ്യം ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ച പെരുന്നാളാണെങ്കിലോ 2 പ്രാവശ്യം 2 വെള്ളിയാഴ്ച സലാം പറഞ്ഞതുപോലെ ആകൂലേ എന്നുള്ള ചോദ്യമാണ്. അതിൽ വിരോധമില്ല. 2 പ്രാവശ്യം സലാം പറഞ്ഞതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ട് വരാൻ ഇല്ല. മനസ്സിലായല്ല? അങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. റമദാനിനിക്ക് സലാം പറയുക എന്നുള്ളത് നബാത്തിയ ഖുതുബയിൽ ഹിജ്റ 600-ൽ ജീവിച്ച മഹാനാണല്ലോ. മഹാനവറുകൾ കൊണ്ടുവന്നതാണ് റമദാനിനിക്ക് സലാം പറഞ്ഞ് യാത്രയപ്പ് നടത്തുക എന്നുള്ളത്. സലാം പറയുമ്പോൾ എല്ലാ ഖതീബുമാർക്കും ഒരു ഈമാനികമായ മനസ്സ് പൊട്ടി കരയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവിക്കുന്നത്. മാത്രമല്ല, ആ സലാം പറയുന്നത് കേട്ട് മുഅ്മിനീങ്ങളായ ആളുകൾ കരഞ്ഞു പോകും. ഒരു ഈമാനിക ആവേശം കൊണ്ടും റമദാനിൻ്റെ പുണ്യ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുന്നതിൻ്റെ ആ ഒരു വിഷമം കൊണ്ടും കരഞ്ഞു പോകുന്നുണ്ട്. അടുത്ത റമദാൻ വരെ ഞങ്ങൾ ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. അങ്ങനെയൊക്കെ ആ സലാമിൽ ഒരു വിശാലമായ ആശയങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ കൊണ്ടുവന്ന ആ നബാത്തിയ ഖുതുബയിൽ കൊണ്ടുവന്ന സലാം നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അത് എല്ലാ ജനങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്നു. അതെങ്കാലം പറഞ്ഞില്ല എങ്കിൽ നാടുകളിൽ ഫിത്നകളും ഫസാദുകളും മഹല്ലുകളിൽ നിന്നൊക്കെ ഖതീബന്മാരെ പിരിച്ചുവിടുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുമെന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് സലാം കൊണ്ടുവരാം, വിരോധമില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹദീസുകളിലോ സലാം പറയൽ സുന്നത്തായിട്ട് ഉലമാക്കൾ എവിടെയും പറഞ്ഞിട്ടില്ല. റമദാനിനിക്ക് വിട പറയുമ്പോൾ സലാം പറയൽ സുന്നത്തുണ്ട്, അല്ലെങ്കിൽ ശറഈയായ മശ്റൂആക്കപ്പെട്ട ഒരു അമ്രാണ് എന്ന് ഉലമാക്കൾ കിതാബുകളിൽ പറഞ്ഞതായി കാണുന്നില്ല. മാത്രമല്ല, ഈ സലാം പറയുന്നത് മഅഖൂലായ മനുഷ്യന്മാർ അല്ലെങ്കിൽ ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾക്കൊക്കെ സലാം പറയലുണ്ട്. അതല്ലാതെ നിർജീവികൾക്ക് സലാം പറഞ്ഞതായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധ്യമല്ല. മരങ്ങൾക്കോ വീടുകൾക്കോ അല്ലെങ്കിൽ പള്ളികൾക്കോ അല്ലെങ്കിൽ ഓരോ പുണ്യ ദിവസങ്ങൾക്കോ സലാം പറയുന്നതായിട്ട് ഹദീസുകളിലോ ഉലമാഇന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് റമദാനിനിക്ക് സലാം പറഞ്ഞിട്ട് യാത്രയപ്പ് നടത്തുക എന്നുള്ളത് ഒരു സുന്നത്തായതോ നിർബന്ധമായതോ ഒരു കർമ്മം അല്ല. ഏതായാലും ഞങ്ങൾ ഒഴിവാക്കരുത്. കാരണം ആ സലാം കൊണ്ടുവന്നത് നബാത്തിയ ഖുതുബയിൽ മഹാനവറുകൾ കൊണ്ടുവന്നതാണ്. മഹാനവറുകൾ കൊണ്ടുവന്നതിൻ്റെ ആഴമേറിയ ഒരുപാട് രഹസ്യങ്ങൾ മഹാനവറുകൾ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ആ സലാം കൊണ്ട് ഒരു ഈമാനികമായ ഒരു ആവേശങ്ങളും മാത്രമല്ല ഒരുപാട് ആഴമേറിയ ആശയങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഖതീബന്മാർ ഒഴിവാക്കാതിരിക്കലാണ് വേണ്ടത്. അപ്പോൾ സാധാരണക്കാർക്ക് ആ സലാം പറയുമ്പോൾ ഒരു ഈമാനികമായ ഒരു ആവേശം തന്നെ വേറെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നല്ലാതെ ഇനി സലാം പറയുന്നത് ഏതെങ്കിലും ഒരു ഖതീബ് ഒഴിവാക്കിയാൽ നാളത്തെ ഖുതുബയിൽ സലാം പറഞ്ഞില്ല, ഇനി അടുത്ത വെള്ളിയാഴ്ച കിട്ടിയില്ല, വെള്ളിയാഴ്ച പെരുന്നാളായി, അപ്പം സലാമില്ലാത്തവർ റമദാൻ നമ്മളെ ഖതീബ് ഓതി, അതുകൊണ്ട് ഖതീബ് പറ്റൂല, പിരിച്ചുവിടാമെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
കാരണം സലാം പറയൽ സുന്നത്തുള്ള ഒരു കാര്യമല്ല, നിർബന്ധമുള്ളതായ ഒരു കാര്യമല്ല. സലാം പറയാതെ ഖുതുബ ഓതിയാലും ഖുതുബ സഹിയാകും, അത് സുന്നത്തായിട്ട് ഉലമാ പറഞ്ഞിട്ടില്ല. ഏതായാലും ബഹുമാനപ്പെട്ട നബാത്തിയ ഖുതുബയുടെ മുസന്നിഫ് അത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതിനെ ഒഴിവാക്കാതിരിക്കലാണ് വേണ്ടത്. ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത്, നാളത്തെ ഖുതുബയിൽ സലാം പറയണം. ഇനി അടുത്ത വെള്ളിയാഴ്ച കിട്ടിയാൽ വീണ്ടും സലാം പറയണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.